മുനമ്പത്ത് നിന്നും മത്സ്യബന്ധന ബോട്ടിൽ അഭയാർത്ഥികൾ കടന്നതായി സംശയിക്കുന്ന സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചിന് ഗുരുതര വീഴ്ച. സംഘം പോയതായി പോലീസ് കരുതുന്ന ദയാമാതാ ബോട്ടിന്റെ വിൽപ്പന അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് രഹസ്യാന്വേഷണ വിഭാഗത്തിന് സൂചന പോലും ലഭിച്ചില്ല. 70ഓളം പേരുടെ സംഘം മുനമ്പത്തെത്തി ദിവസങ്ങളോളം തങ്ങിയതും ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെയാണ്. മത്സ്യബന്ധന ബോട്ടിൽ 70ഓളം പേർ അഭയാർത്ഥികളായി കടന്നെന്ന് പോലീസ് അന്വേഷണത്തിൽ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇവരുടെ മാസങ്ങളോളം നീണ്ട തയ്യാറെടുപ്പുകൾ അറിയാതെ പോയത് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഗുരുതര വീഴ്ചയാണ്. ഡൽഹിയിൽ നിന്നും 30 പേരടങ്ങുന്ന സംഘം ട്രെയിൻ മാർഗമാണ് കേരളത്തിലെത്തിയത്. ശേഷിക്കുന്നവർ വിമാനമാർഗം ഉൾപ്പെടെ മറ്റു വഴികൾ സ്വീകരിച്ചു. ട്രെയിനിൽ ഡിസംബർ 21-ന് പുറപ്പെട്ട സംഘം 24-ന് മദ്രാസിലെത്തി. അവിടെ നിന്നും ഗുരുവായൂരെത്തിയ സംഘം ചോറ്റാനിക്കരയിൽ തങ്ങി. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും സംഘം താമസിച്ചത്. ചോറ്റാനിക്കരയിൽ നിന്നും ജനുവരി 1-നെത്തി മുനമ്പത്തും ചെറായിലുമായി റിസോർട്ടുകളിൽ താമസമാക്കി. ഇതിനിടയിലാണ് ദയാമാതാ ബോട്ടിന്റെ വിൽപ്പന ജനുവരി 7-ന് നടന്നത്. 1,02,00,000 രൂപയുടെ വിൽപ്പനയാണ് നടത്തിയത്. പണം നേരിട്ട് കൈമാറുകയായിരുന്നു. 2 വർഷമായി തിരുവനന്തപുരത്ത് താമസമാക്കിയ തമിഴ്നാട് സ്വദേശി ശ്രീകാന്ത് ബോട്ട് വാങ്ങുന്നതിനായി പലതവണ ഈ പ്രദേശങ്ങളിലെത്തിയിരുന്നു. ബോട്ട് യാർഡ് പ്രവർത്തിക്കുന്നതിനാൽ മുനമ്പത്ത് ബോട്ടുകളുടെ വിൽപ്പന നടത്തുന്നതും തീരം വിടുന്നതും സംബന്ധിച്ച് തീരസംരക്ഷണ സേന നിരീക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ അഭയാർത്ഥികൾ പോയി എന്ന് സംശയിക്കുന്ന ദയാമാതാ ബോട്ടിന്റെ കാര്യത്തിൽ ഇത്തരം പരിശോധനകളൊന്നും നടന്നിട്ടില്ല. മീഡിയ 1, കൊച്ചി.